വീണ്ടും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്താ കോലം! ഇതിന് എപ്പോൾ ശരിയാവും? കഴിഞ്ഞെന്നോ? അപ്പൊ ഇതൊക്കെ ഇനി സെറ്റ് ആക്കണ്ടേ? ഓക്കെ, കുക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പൊടികൾ എന്താ, എവിടെ എന്താ ഒന്നും അറിയില്ല. അപ്പൊ ആദ്യം ഞങ്ങൾ കഞ്ഞിയും പയറും കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം സെറ്റാവുന്നവരെ. അതെ, ഓതന്റിക് കഞ്ഞി ആൻഡ് പയർ. നല്ല മട്ട റൈസിൽ ഈ കഞ്ഞിപ്പയർ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പെട്ടെന്ന് പറഞ്ഞുതരാം. 1/2 കപ്പ് മട്ട റൈസ്, 1/2 കപ്പ് ചെറുപയർ, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഒരു 2 വിസിലടുപ്പിക്കുക. സംഗതി സൂപ്പർ കഞ്ഞി കിട്ടും. വെരി ഈസി. അതെ, ഈസിയസ്റ്റ് കഞ്ഞിയാമ്പഴ. ദൈവം, ഇതൊക്കെ എന്താ? എന്താ അത്? എന്താ? ഓ, അത് ചാർക്കോളാ. ചാർക്കോൾ. അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. உடம்பு ரெண்டா தேவையில்ல பார்மசி வாழ்க்கையில் வெல்லமே டேக் இட் ஈஸி பாலிசி வானவில் வாழ்க்கையில் வாலிபன் ஒரு ஃபேண்டசி ஊர்வசி ஊர்வசி டேக் இட் ஈஸி ஊர்வசி. ഹായ് ഗായ്സ്, സ്ട്രോബെറി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ക്രിസ് ഗെയിമിങ് സ്ട്രോബെറി മറന്നു വെച്ചിട്ട് പോയി. അപ്പോൾ അത് കേടായി തുടങ്ങി. അപ്പം ഞങ്ങളതെടുത്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ട്രോബെറി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. നമുക്കിതിലേക്ക് ബ്രൗൺ ഷുഗറും പാലും ഒഴിക്കാം. ഷുഗർ ഇടുക. മതിയാവും, കുറച്ചു. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നോക്കിയാൽ കാണില്ല. പിങ്ക് കളറല്ലേ? കുടിച്ചു നോക്കട്ടെ. കുഴിക്കാം. ചാരനിട്ടില്ല. മിക്സി വേറെ വാങ്ങിയിട്ടാണ്. മിക്സി വേറെ മാറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡിയായി. കുടിച്ചു നോക്കട്ടെ. അതിനാവശ്യത്തിനുണ്ട്. കുറച്ച് ബിരിയാണി റൈസ് കൂടിയിട്ട് ചെമ്മീൻ ബിരിയാണി ആക്കാനാണ് പ്ലാനെന്ന് തോന്നുന്നു. ഞാനല്ല ഇതൊന്നും ചെയ്തത്, ഞാൻ വെറും ഇളക്കി കൊടുത്തിട്ടുള്ളൂ. ചെമ്മീൻ ബിരിയാണി അല്ല, ഞാൻ ബസ്മതി റൈസ് സെപ്പറേറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കറിയിലോട്ടിട്ടിട്ട് എന്തെങ്കിലും ഒരു റൈസ് പോലെ, പ്രോൺസ് റൈസ് പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ എക്സ്ട്രാ പ്രോൺസ് ഇട്ടിട്ടുണ്ട്, കാരണം കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ട് ടോർട്ടിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് സെറ്റാക്കണം. നല്ല സൂര്യ. അതെ, ഇന്ന് കുറേ നാളിന് ശേഷം നമ്മളിത് വാങ്ങുന്ന. വീണ്ടും വന്ന ടൈമൊക്കെ ഫുൾ ടോട്ട കൊണ്ടുള്ളൊരു കളിയായിരുന്നു. റാപ്പ്, പിന്നെ എന്ത് കറി ഉണ്ടാക്കിയാലും ടോട്ടയുടെ കൂടെ കഴിക്കും. അങ്ങനെ. ഇതെന്താ?
ഇതിങ്ങനെ വീട്ടിനിങ്ങനെ ഒരു കണ്ടിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെന്തായി? വെള്ളം വരുന്നില്ല തീരെ. ഞാൻ വിചാരിച്ചു അല്ല കുറച്ച് ഗ്രേവി ആയിട്ട് അതിലേക്ക് ഞാൻ ഇടാന്ന് വിചാരിച്ചിട്ട്. ഇത് വെള്ളമൊന്നും വരുന്ന കാണുന്നില്ല ഞാൻ. കാരണം അങ്ങനെയാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കാം. നമ്മുടെ പ്രോൺസ് കറി ഇവിടെ ആവുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. റൈസിന് വെച്ച വെള്ളം അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു. ഇനി ഈ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് ഒരു പുലാവോ പ്രോൺസ് പുലാവോ എന്താണെന്ന് വെച്ചാൽ അത് ആക്കി കഴിക്കും. ഇതൊക്കെ തൽക്കാലം ഇന്നത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. പ്രോപ്പർ കുക്കിംഗ് ഇനിയൊരു നാളെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അല്ല നമുക്ക് മാറ്റി വയ്ക്കാം. വെലത്ത് വയ്ക്കാൻ അവിടെ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. ഇവിടെ വെക്കാം ഈ മൈക്രോവേവിന്റെ ഇപ്പുറത്ത്. അല്ല അത് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചാൽ മതി. പ്ലാൻ ഒന്ന് മാറ്റി റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഗ്രേവി ആവശ്യത്തിനെടുത്ത് ബാക്കി ഗ്രേവി ടോർട്ടയുടെ കൂടെ സെപ്പറേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഇങ്ങനെ നാളെ നമ്മുടെ നാട്ടിലെ കുഴലപ്പത്തിന്റെ മേലെ പഞ്ചസാര പനിയ അതുപോലെ സ്വീറ്റ് ചീട മധുര ചീട. ഓക്കെ. എനിക്കറിയില്ല ഇതിന്റെ കറക്റ്റ്. ഞാൻ ഇത് അങ്ങനെ കഴിച്ചിട്ടില്ല. യമ്മി ബോംബെ സാൻഡ്വിച്ച് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചു. ഒതന്റിക്. സിനിമ കാണാൻ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് മൂവി അറ്റ് ആർ ന്യൂ ഹോം. നടികരാണ് നമ്മൾ കാണാൻ പോകുന്നത്. Let's watch. ഹായ്, ഞങ്ങളിപ്പോൾ IKEA പോവുകയാണ്. IKEA പോവാ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. മുന്നേ പോയിരുന്നു അവിടെ. പക്ഷെ അത്രയ്ക്കൊന്നും നമ്മൾ ഒന്നും വാങ്ങിയില്ല ലിറ്ററലി. പക്ഷെ ഒരു ഐഡിയ കിട്ടി എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡയമെൻഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് വാർഡ്രോബ് അല്ല, ചെറിയ ക്യാബിനറ്റ്, സൈഡ് ടേബിൾ, അതിൻ്റെയൊക്കെ. പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 minutes ഡ്രൈവ് ആയിരുന്നു വീട്ടിൽ നിന്ന്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 5 minutes ആയി. അപ്പോൾ ഇനി ഒരു ഓക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിലേക്ക് പോകുന്നു. ബാക്കി അപ്ഡേറ്റ്സ് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ IKEA എത്തിയിരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഞങ്ങൾ കുറച്ച് മെഷർമെൻറ്റ്സ് എല്ലാം അടുത്തുള്ളതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. ബാക്കി അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് ഈ പില്ലോ കവർ എനിക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതെല്ലാം വെക്കുന്നത് അവർ പ്രത്യേകം സ്ഥലങ്ങളിലാണ്. മീൻസ് ഓരോ സാധനങ്ങളും വെക്കുന്നത് പ്രത്യേകം സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ടൊരു ട്രോളി എടുത്തിട്ട് വരാം. കാരണം ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ട്രോളി ആയിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനിയിപ്പോൾ അതൊക്കെ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. ഒരുപാട് സ്ഥലം കാണാൻ എനിക്കെടുക്കുന്നതേ ഉള്ളൂ. കണ്ടോ
ഇതെല്ലാം ഒരു കിച്ചൺ സെറ്റ്സ് ആണ്. വി ക്യാൻ ബൈ ദ ഹോൾ തിങ്. പക്ഷെ നമുക്ക് കിച്ചൺ സെറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഓരോ റൂംസ് പോലെ തന്നെ അവർ സെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫേർണിച്ചർ സെക്ഷനിലാണുള്ളത്. നമുക്കിഷ്ടമുള്ള കുറച്ച് നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മൾ പ്ലാന്റ് സെക്ഷനിലേക്ക് പോയി. ഇവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അവൾ എന്തൊക്കെ വാങ്ങിക്കൂട്ടും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ മുഖത്ത് ഇഷ്ടമുണ്ട്. ദാറ്റ്സ് എ മിറർ ദാറ്റ് വി ഹാഡ് തോട്ട് ടു ബൈ. അപ്പോൾ ആ മിററാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമുക്കത് വീട്ടിലൊന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ബില്ല് ചെയ്യാൻ. എത്ര സമയം എടുക്കുന്നതെന്നറിയില്ല. ബില്ലിങ്ങിൻ്റെ അവിടെ നല്ല ക്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യെസ്, ബില്ലിങ് കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തി ഗൈസ്. കുറച്ച് സാധനങ്ങളുള്ളൂ. അധികം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കുറച്ച് സാധനങ്ങളുള്ളൂ. ഇനി നമുക്കിത് പതുക്കെ കാറി കയറ്റിയിട്ട് നമുക്ക് പതുക്കെ വീട്ടിൽ പോവാം. പക്ഷെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഞങ്ങളുടെ പുതിയ വീടിൻ്റെ അടുത്തുള്ളൊരു ജോയിൻ്റാണ്. നമുക്ക് അറിയണ്ടായിരുന്നില്ല ഈ ഫുഡ് ജോയിൻറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു ചൈനീസ് ഫുഡ് ജോയിൻ്റാണ്. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയത്? ബീഫിൻ്റെ ഒരു ചില്ലി ബീഫ്, അതുപോലെ ന്യൂഡിൽസും. ഞാൻ നോർമൽ എഗ് ന്യൂഡിൽസ് മാത്രമേ പറഞ്ഞുള്ളൂ. അവൾ അവിടുത്തെ ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ ന്യൂഡിൽസാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ എല്ലാം മിക്സഡ് ആയിരുന്നു. പ്രോൺസും ബീഫും പോർക്കും ചിക്കനും എല്ലാം മിക്സഡ് ആയിട്ടുള്ളൊരു ന്യൂഡിൽ ബോക്സ് ആയിരുന്നു അത്. ടേസ്റ്റി ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയാണ്. വി ആർ വെരി ടയർഡ്. നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചുള്ളൂ. അപ്പോൾ സമയം ഇപ്പോൾ എത്ര വെയിലൊന്നും കണ്ടിട്ട് കാര്യമില്ല. 7 മണിയായി സമയം. എന്തായാലും ഇത് നല്ല കിടന്ന സംഭവമായിരുന്നു. അതെ, ഈ കാണുന്ന ഓരോ സ്ട്രിങ്സും നമ്മൾ ഓരോന്നോരോന്നായി തൂക്കണം. അപ്പം ഇതുവരെ എത്തിയ കാര്യങ്ങൾ പതുക്കെ തൂക്കി. ഞങ്ങൾ രണ്ടാളും കൂടി തൂക്കി. വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഒരുപാട് സമയമെടുത്തു. പിന്നെ അതുപോലെ ബൾബ് വെക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി നമ്മളിതെല്ലാം സെറ്റ് ചെയ്തു. നമ്മളിനി സ്വിച്ച് ഇടാൻ പോവുകയാണ്. യെസ്, ഫൈനലി ഇറ്റ്സ് ഡൺ. മോളിലെ കണ്ടോ? അടിപൊളി. നൈസ്.